എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 20-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ഓണ പെൻഷന്റെ ഒരു പ്രത്യേകത നേരത്തെ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. 2 മാസത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതില്ല. അത് ഏതായാലും കുറച്ച് നന്നായി എന്നാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഓണ പെൻഷൻ വിതരണം ചെയ്താൽ പിന്നെ 1.5 മാസത്തോളം പെൻഷൻ ഇല്ലാതെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും ഓണ പെൻഷൻ ഇപ്പോൾ 2000 രൂപ തന്നെ, അത് നേരത്തെ വിതരണം ചെയ്യുന്നു. 25 മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. വെള്ളിയാഴ്ച മുതൽ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ചില സ്ഥലങ്ങളിൽ സർവീസ് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സർവീസ് സഹകരണ ജീവനക്കാർ മനഃപൂർവ്വം ഇത് താമസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓണത്തിന് പെൻഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരണം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിതരണക്കാർ ആരായെങ്കിലും വെള്ളിയാഴ്ചയ്ക്ക് ശേഷം അവരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കണം. പെൻഷൻ അവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ സർക്കാർ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തിയിട്ടുണ്ട്. ട്രഷറി മുഖാന്തരം തുക കൈമാറി എടുക്കേണ്ട ഒരു താമസം മാത്രമാണ് അവർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം വീടുകളിലും ആരംഭിക്കുന്നതാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ്. കഴിഞ്ഞ ദിവസമാണ് 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള വി.ഡി. സതീശൻ അറിയിച്ചത്. 59,472 ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 951 കോടി രൂപയും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 130 കോടി 52 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്രവിഹിതം ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 8,46,486 ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതം. അതായത് 300, 200, 500 കുറവുണ്ടാകുന്നത്. അവർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 26 കോടി 76 ലക്ഷം രൂപ കൂടി സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അത് കേന്ദ്രവിഹിതമാണ്, കേന്ദ്രം നൽകേണ്ട തുകയാണ്. കുറച്ച് കാലമായിട്ട് കേന്ദ്രം ആ ഒരു തുക നൽകാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാർ അത് മുൻകൂറായി ഈ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ അനുവദിക്കുകയാണ്. പക്ഷേ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലാത്തതുകൊണ്ടാണ് ഒരാഴ്ച വരെ അത് താമസിക്കുന്നത്. ഓണത്തിന് മുമ്പ് തന്നെ ആ പെൻഷനും ആ ഒരു കുറവുള്ള തുക കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ റേഷൻ കടകളിലൂടെ ഇപ്പോൾ വിതരണം ചെയ്യുന്ന അരി 2 വിധത്തിലുള്ള അരിയാണ്. പലപ്പോഴും പല ആളുകളും ഈ ഒരു സമയത്ത് രാഷ്ട്രീയ ലാഭത്തിനോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു ആയുധമാക്കാൻ വേണ്ടി വില കൂട്ടി എന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർട്ടിഫൈഡ് റൈസ് റേഷൻ കടകളിലൂടെ ഇപ്പോൾ 5 വർഷത്തിലധികമായിട്ട് വിതരണം ചെയ്യുന്ന പോഷക മൂല്യമുള്ള അരി, അതായത് അരിക്കൊപ്പം ഒരു അരിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയ കേണൽ കൂടി നിക്ഷേപിക്കുന്നതാണ് ഫോർട്ടിഫൈഡ് റൈസ്. പോഷകാഹാരത്തിന്റെയും അയണിന്റെ ഒക്കെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയണും വിറ്റാമിൻ B12 ഒക്കെ ചേർത്തുകൊണ്ട് ഈ ഒരു കേണൽ നിർമ്മിച്ച് അരിയുടെ രൂപത്തിലാക്കി അരിയിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അത് ഈ ഒരു പുതിയ അരിയിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന പുതിയ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് പിങ്ക് റേഷൻ കാർഡിന് 3 കിലോ ലഭിക്കുന്നത് എങ്കിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 26 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. അത് നിങ്ങൾ ഈ കാണുന്ന അരിയാണ്. അല്ലാതെ മറ്റൊരു നിലവിലുള്ള അരിക്ക് വില കൂട്ടിയിട്ടല്ല വിൽക്കുന്നത്. നിലവിൽ നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും ലഭിക്കുന്ന അരിയും, വെള്ള റേഷൻ കാർഡിന് 7 കിലോയും നീല റേഷൻ കാർഡിന് 3 കിലോയും 10 രൂപ 90 പൈസ നിരക്കിൽ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ഓണം അരിയായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ 26 രൂപ നിരക്കിൽ അരി ഇപ്പോൾ നൽകുന്നത്. രണ്ടും 2 അരിയാണ്. ഈ 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നത് നേരത്തെ റേഷൻ കടകളിലൂടെ ലഭിച്ചിരുന്ന ആ തരത്തിലുള്ള അരിയും ഇപ്പോൾ ലഭിക്കുന്നത് നമുക്ക് സപ്ലൈകോയിൽ നിന്നൊക്കെ വാങ്ങാൻ 33 രൂപക്കൊക്കെ ജയ അരിക്ക് വാങ്ങാൻ കഴിയുന്നു. ആ ഒരു ടൈപ്പ് അരിയാണ്. അത് പെട്ടെന്ന് വേവുന്ന അരിയാണ്. അപ്പോൾ കുക്കറിൽ മറ്റ് റേഷൻ അരി വേവിക്കുന്നത് പോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് കരുതി വേവിച്ചാൽ വേവ് അധികമായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് റേഷൻ വ്യാപാരികൾ അറിയിക്കുന്നുണ്ട്. റേഷൻ വ്യാപാരികൾക്ക് വാക്കാലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അരി വാങ്ങുന്നവരോട് അക്കാര്യം പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് വിതരണം ഉള്ളത്. ഇപ്പൊ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വിഹിതം അധികമായിട്ട് ലഭിക്കുന്നത്. കഴിഞ്ഞ കൊറോണന്റെ സമയത്ത് 15 കിലോ അരി വെള്ള റേഷൻ കാർഡിന് ലഭിച്ചത് ഒഴിച്ചാൽ പിന്നെ ഓണം വന്നു, ക്രിസ്മസ് വന്നു, മറ്റ് പെരുന്നാളും ന്യൂ ഇയറും എല്ലാം വന്നിട്ടും ഇത്രയും അധികം അരി ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. റേഷൻ കടയിൽ നിന്നും ഇത്രയും അധികം അരി ലഭിച്ചിട്ടില്ല.
10 കിലോ വരെ സ്പെഷ്യൽ അരിയൊക്കെ 10 രൂപ 90 പൈസ നിരക്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ലഭിച്ചിരുന്നു. എന്നാൽ ഈ സർക്കാർ വന്ന് ആദ്യ ഓണത്തിന് തന്നെ വലിയ രീതിയിലാണ് അരി നൽകുന്നത്. 17 കിലോ അരിയും 2 കിലോ ഗോതമ്പും വെള്ള റേഷൻ കാർഡിന് മാത്രമായിട്ട് ലഭിക്കുന്നുണ്ട്. 4 ആട്ട ഇതിനൊപ്പം ലഭിക്കുന്നു. 1/2 ലിറ്റർ മണ്ണെണ്ണയും റേഷൻ കടയിൽ നിന്ന് ഈ ഓഗസ്റ്റ് മാസത്തിൽ വെള്ള റേഷൻ കാർഡിന് ഏറ്റവും മുതിർന്ന കാർഡായിട്ടുള്ള വെള്ള റേഷൻ കാർഡിനുണ്ട് എന്നുള്ളതാണ്. നീല റേഷൻ കാർഡും സമാനമായിട്ട് ഓരോ വ്യക്തിക്കും 2 കിലോ വീതം അരിയും അതുപോലെ തന്നെ എക്സ്ട്രാ 3 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസക്കും 17 രൂപക്ക് 4 ആട്ടയും ലഭിക്കും. ഇതിന് പുറമെയാണ് 26 രൂപക്ക് 10 കിലോ അരി ലഭിക്കുന്നത്. ഈ ഒരു ഫോട്ടോയിൽ ഈ വീഡിയോയിൽ കാണുന്ന അരിയാണ് ആ ഒരു രീതിയിൽ ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ ഒരു ഓണം നല്ല അടിപൊളിയാണ്. ഇത് മാത്രമല്ല സപ്ലൈകോയിലെ എല്ലാവിധ 13 ഇനം സബ്സിഡി സാധനങ്ങളും ലഭ്യമാണ്. അതിന് പുറമെ സബ്സിഡി ഇതര സാധനങ്ങൾക്ക് വലിയ വിലക്കുറവാണ്. സിഗ്നേച്ചർ കിറ്റ് 229 രൂപക്ക് ഏകദേശം 400 രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള 9 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റ് 229 രൂപക്ക് ലഭിക്കും. പോലെ 1250 രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റ് 1000 രൂപക്ക് ലഭിക്കുന്നതാണ്. അത് അത്തം കിറ്റാണ്. അതുപോലെ തന്നെ ഉത്രാടം കിറ്റ് ലഭിക്കുന്നുണ്ട്. ഉത്രാടം കിറ്റിന് വില വരുന്നത് 1500 രൂപയാണ്. അതിൽ 1700ഓളം രൂപ വില വരുന്ന സാധനങ്ങളുണ്ട്. ഇതിന് പുറമെ 2000 രൂപ വില വരുന്ന തിരുവോണം കിറ്റുണ്ട്. ഈ തിരുവോണം കിറ്റിൽ 1550 രൂപക്ക് മുകളിൽ വില വരുന്ന സാധനങ്ങൾ ഉണ്ട്. ഇവയെല്ലാം ആർക്കും വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇവയിൽ അരിയും വെളിച്ചെണ്ണയും എല്ലാം ഉണ്ട്. മാത്രമല്ല സബ്സിഡി സാധനങ്ങൾ 13 ഇനം സബ്സിഡി സാധനങ്ങളാണുള്ളത്. ഈ 13 ഇനം സബ്സിഡി സാധനങ്ങൾ ഇരട്ടി വാങ്ങാം. അതായത് അടുത്ത മാസത്തേത് അഡ്വാൻസ് ആയിട്ട് വേണ്ടവർക്ക് വാങ്ങാം. ആ ഒരു സാധ്യത കൂടി ഇപ്പോൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നിലക്ക് വരുമ്പോൾ റേഷൻ കടയിൽ നിന്നും വെള്ള റേഷൻ കാർഡിനെ മാത്രം നോക്കാം. വെള്ള റേഷൻ കടയിൽ നിന്നും 17 കിലോ അരിയുണ്ട്. ഇന്ന് 2 കിലോ പച്ച അരിയും 8 കിലോ ജയ അല്ലെങ്കിൽ കുറുവ മട്ട അരികളും ചേർത്തിട്ട് 10 കിലോ ലഭിക്കും. അത് 2 മാസത്തേതാകുമ്പോൾ 20 കിലോ ലഭിക്കും. അങ്ങനെ 37 കിലോ അരി ഇതിൽ നിന്ന് ലഭിക്കും. പിന്നെ ഏതെങ്കിലും കിറ്റ് വാങ്ങുകയാണ് എങ്കിൽ ആ കിറ്റിലും 10 കിലോ അരിയൊക്കെ ഉണ്ട്. 3 മുതൽ 10 കിലോ അരി വരെയൊക്കെ കിറ്റുകളിലുണ്ട്. അതും വാങ്ങുകയാണെങ്കിൽ ഏകദേശം 50 കിലോയോളം അരിയും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റു കാർഡുകളാകുമ്പോൾ അതിലും കൂടുതലാണ് വിഹിതങ്ങൾ ഉള്ളത്. അപ്പോൾ ഈ ഓണക്കാലത്ത് ഒരു മനുഷ്യനും റേഷൻ കാർഡുള്ള ഒരു മനുഷ്യനും അധിക വില നൽകേണ്ടി വരുന്നില്ല. പൊതുവിപണിയെ ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. തിരക്കുണ്ടാകും, സ്വാഭാവികമാണ്. അപ്പൊ തിരക്ക് കുറച്ച് സഹിച്ച് ഒരു ദിവസം ഇതിന് മെനക്കെട്ടാലും ഈ ഒരു ഓണക്കാലത്ത് വലിയ വിലവർധനവില്ലാതെ സർക്കാരിന്റെ ഒരു സഹായം കൊണ്ട് നമുക്ക് ഓണം കഴിയും. ഇനി പച്ചക്കറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹോർട്ടികോർപ്പിന്റെ നിരവധി പച്ചക്കറി ചന്തകളും നിരവധി സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് ശേഖരിച്ച പച്ചക്കറികളുടെ ചന്തകളും ഒരുക്കിയിട്ടുണ്ട്. അവയ്ക്ക് നോക്കുകയാണ് എങ്കിൽ വലിയ ഒരു സഹായകരമായിരിക്കും. അത് കർഷകരുടെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങുന്ന സൗകര്യങ്ങളാണ് ഇതിലേക്ക് ഒരുക്കിയിട്ടുള്ളത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് ഇവയെല്ലാം ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പട്ടിക വിഭാഗക്കാർക്ക് ഓണക്കോടിക്ക് 1000 രൂപ നൽകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് 5.8 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ആ ഒരു സഹായത്തോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപയുടെ സഹായം, പാചക തൊഴിലാളികൾക്ക് 2000 രൂപയുടെ സഹായം ഓണവുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ പ്രഖ്യാപിച്ചതാണ്. പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് 2000 രൂപയുടെ ഓണം ബോണസും അതോടൊപ്പം തന്നെ 1000 രൂപയുടെ സപ്ലൈകോ ഫുഡ് കൂപ്പണും ലഭിക്കും. അങ്ങനെ 3000 രൂപയുടെ സഹായം ലഭിക്കുന്നതാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും സമാനമായിട്ടുള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ഓരോരുത്തർക്കും 2 ലക്ഷം രൂപ വീതമാണ് ഇപ്പോൾ ദുരന്ത സഹായമായിട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ സഹായങ്ങൾ കൂടി ഈ ഒരു ഓണക്കാലത്ത് പ്രഖ്യാപിച്ച് വിതരണം ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഓണം തന്നെയാണ് ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.